ശ്രീ പി രാമഭദ്രൻ, ആഗോള അയ്യപ്പ സംഗമം സർക്കാർ നടത്തുന്നു. അതിനെ ബദൽ എന്ന രീതിയിൽ ആദ്യഘട്ടങ്ങളിലൊക്കെ എതിർപ്പ് പ്രകടിപ്പിച്ചു. പക്ഷേ ബദൽ എന്ന രീതിയിൽ ഒരു അയ്യപ്പ സംഗമം, ഒരു പന്തളത്തൊരു സംഗമം സംഘപരിവാർ നടത്തുന്നു. ഇതിൻ്റെ രണ്ടിൻ്റെയും ആശയം, ഇത് രണ്ടും ഉയർത്തിയ സന്ദേശം ഏതാണ് ശബരിമലയ്ക്കും അയ്യപ്പനുമൊപ്പം നിൽക്കുന്നത്? ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ നടത്തിയത് സർക്കാരല്ല, അജിംസാദിൻ്റെ ദേവസ്വം, ശരിയല്ല, ദേവസ്വം ബോർഡാണ്. അതെ അതെ. അത് അവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശബരിമലയുടെ മതേതര സ്വഭാവവും തത്വമസിയും അതിന് ഉപോത്ബലമായി ഭഗവത്ഗീതയും ഒക്കെ വ്യാഖ്യാനിച്ചുകൊണ്ടുള്ള ഒരു സമുജ്ജല പ്രഭാഷണമാണ് അദ്ദേഹം നടത്തിയത്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ ശബരിമലയുടെ പാരമ്പര്യവും അതിൻ്റെ ഭക്തിയും അതിൻ്റെ സൗന്ദര്യവും സൗരഭ്യവും എല്ലാം നിലനിർത്തുമെന്നും ധാരാളം ഓരോ വർഷം കഴിയുന്തോറും അയ്യപ്പ ഭക്തന്മാർ ഒഴുകിക്കൊണ്ടിരിക്കുകയാണെന്നും അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുമെന്നും അതിന് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് വേണ്ടി 18 അംഗങ്ങളുള്ള ഒരു വിദഗ്ധ സമിതിയെ ആ സമ്മേളനം തിരഞ്ഞെടുക്കുകയാണ് ഉണ്ടായത്. ശബരിമലയുടെ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ആ വിദഗ്ധ സമിതി. സമൂഹത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ആളുകൾ അവിടെ പങ്കെടുത്തു. ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റുമാർ, മെമ്പർമാർ, സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകർ, നവോത്ഥാന പ്രവർത്തകർ എല്ലാം പങ്കെടുത്തു. അത് കുറേ സംഘടനകളെ ആ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചിരുന്നില്ല. അത് ഇതിൻ്റെ സംഘാടകർ വിട്ടുപോയതായിരിക്കാം. അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരു 10-100 പ്രധാനപ്പെട്ട സംഘടനകളും കൂടി ആ സമ്മേളനത്തിന് എത്തേണ്ടതായിട്ടുണ്ടായിരുന്നു. എന്നാലും സർക്കാരിനെതിരാണെന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന അവർ NSS അല്ലേ എന്ന് ഈ സർക്കാരിൻ്റെ ശത്രുക്കൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന NSSൻ്റെ പ്രതിനിധി ഉൾപ്പെടെ ആ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്നുള്ളത് വളരെ ആശാവഹമായ ഒരു കാര്യമാണ്. ആ സമ്മേളനം വൻ വിജയമായിരുന്നു. അവിടെ 2-3 സെഷനുകളായി ചർച്ചകൾ നടന്നു. ആ ചർച്ചകളിലെല്ലാം ഉരുത്തിരിഞ്ഞു വന്ന ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ 18 അംഗങ്ങളടങ്ങുന്ന കമ്മിറ്റിയെ രൂപീകരിച്ചു. ആ കമ്മിറ്റി ശബരിമലയുടെ സമഗ്ര വികസനത്തിന്, ശബരിമല ദർശിക്കാൻ വരുന്ന അയ്യപ്പ ഭക്തർക്ക് അവരുടെ സന്ദർശനവും എല്ലാം സുഗമമാക്കുന്നതിന്, സഞ്ചാര സ്വാതന്ത്ര്യം, മറ്റെല്ലാ കാര്യങ്ങളും സുഗമമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ അതിവേഗം നടക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതേസമയം പന്തളത്ത് നടന്ന സമ്മേളനം അയ്യപ്പ ഭക്തന്മാരുടെ പേരിൽ സംഘപരിവാർ തീവ്രവാദികൾ നടത്തിയ സമ്മേളനമാണ്. ആ സമ്മേളനത്തിലെ പ്രസംഗങ്ങൾ തന്നെ ശബരിമലയുടെ പ്രസക്തിയെയും അയ്യപ്പ ഭക്തിയെയും അയ്യപ്പനെ സ്തുതിച്ചുകൊണ്ടുള്ള പ്രഭാഷണങ്ങളല്ല അവിടെ നടന്നത്. അതേസമയത്ത് ഇപ്പുറത്ത് മുഖ്യമന്ത്രി ശബരിമലയുടെ പ്രാധാന്യവും അയ്യപ്പൻ്റെ പ്രാധാന്യവും അയ്യപ്പൻ്റെ വിശ്വാസ സവിശേഷതയും പ്രതിപാദിച്ചുകൊണ്ടുള്ള പ്രഭാഷണമാണ് അവിടെ നടത്തിയതെങ്കിൽ ഇവിടെ ഒരു ഭീകരവാദം, കേരളത്തിൽ സാമുദായിക ദുർവീകരണം ഉണ്ടാക്കുക, സംഘർഷം ഉണ്ടാക്കുക, സർക്കാരിനെതിരെ ജനങ്ങളെ കലാപകാരികളാക്കാനായിട്ടുള്ള ശ്രമം, ജനങ്ങളെ കലാപകാരികളാക്കാനാണ് അവർ ആഹ്വാനം ചെയ്യുന്നതെങ്കിലും ആ ആഹ്വാനം ഉൾക്കൊള്ളാൻ അവിടെ എത്തിച്ചേർന്നതെല്ലാം സംഘപരിവാറിൻ്റെയാണ്. കേരളത്തിലെ പ്രബലമായ സാമൂഹ്യ സാമുദായിക സംഘടനകളൊന്നും തന്നെ ആ സമ്മേളനത്തിൽ പങ്കെടുത്തതായി കണ്ടില്ല. അവിടെ മുഴങ്ങിക്കേട്ടതെല്ലാം ജനവിരുദ്ധമായിട്ടുള്ള അഭിപ്രായങ്ങളാണ്. ശബരിമലയുടെ വികസനത്തിന് ഉതകുന്ന നല്ല സന്ദേശങ്ങൾ അവിടെ നൽകിയില്ല. മാത്രമല്ല, ശബരിമല അയ്യപ്പൻ്റെ ഉറ്റ സുഹൃത്തും ശബരിമല ദർശനത്തിന് ചെല്ലുന്ന, ഞാൻ കുഞ്ഞുനാൾ പോലെ ശബരിമല ദർശനത്തിന് പോകുന്ന ആളാണ്. ഞങ്ങളെല്ലാം വാവരെ കണ്ടും വണങ്ങിയിട്ടാണ് അവിടെ പോവും. അതുപോലെ തന്നെ എരുമേലിയിൽ വാവര് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും. ഇതെല്ലാം ശബരിമല ദർശനത്തിൻ്റെ ഒരു സമ്പൂർണ്ണതയ്ക്ക് അനിവാര്യമായിട്ടുള്ളതാണ്. അങ്ങനെയുള്ള വാവര് സ്വാമി, ശബരിമല അയ്യപ്പൻ്റെ ഉറ്റ സുഹൃത്ത്, ലോകത്തെമ്പാടുമുള്ള അയ്യപ്പന്മാർ, അയ്യപ്പ ഭക്തർ
ശബരിമല അയ്യപ്പൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നെഞ്ചിലേറ്റി ആരാധിക്കുന്ന ഒരു ദൈവ തുല്യമായിട്ട് ആരാധിക്കുന്ന, ശബരിമല അയ്യപ്പന് തുല്യമായിട്ട് ആരാധിക്കുന്ന മൂർത്തിയാണ് വാവരുസ്വാമി. ആ വാവരുസ്വാമിയെ നിരാകരിച്ചുകൊണ്ട്, അവഗണിച്ചുകൊണ്ട് ഒരു ശബരിമല അയ്യപ്പനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല, ഒരു ശബരിമല ദർശനത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. അങ്ങനെ സ്വാമി അയ്യപ്പൻ്റെ ധർമ്മശാസ്താവിൻ്റെ ഉറ്റ സുഹൃത്തായ ശബരിമലയുടെ എല്ലാമായ വാവരുസ്വാമിയെ ഒരു ഭീകരനാക്കി, ഒരു ഇങ്ങനെയൊക്കെ എങ്ങനെ പറയാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഒരു അയ്യപ്പ സമ്മേളനം എന്നും പറഞ്ഞ് വിളിച്ചു കൂട്ടിയിട്ട് അവിടുത്തെ പ്രധാന കണ്ണിയായ വാവരുസ്വാമിയെ ഭീകരനും മുസ്ലിം ഭീകരവാദിയാക്കി അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എത്ര വലുതാണെന്ന് ബോധ്യമാക്കുന്ന അവരുടെ ആ വാക്കുകൾ കൂടി ഒന്ന് കേൾക്കാം. ഇതൊക്കെ കേൾക്കാതിരിക്കുന്ന അമിത്ഷാദ് നല്ലത്. ഇതൊന്നും കേട്ട് ഇവിടെ നാട് നാറ്റിക്കല്ലേ നിങ്ങൾ. ആൾക്കാർ കേൾക്കട്ടെ. അയ്യപ്പനുമായും കുലബന്ധം പോലുമില്ല. ആ വാവര് മുസ്ലിം ആക്രമണകാരിയാണ്. അയ്യപ്പനെ ആക്രമിച്ച് യുദ്ധത്തിൽ തോൽപ്പിക്കുവാൻ കടന്നു വന്ന തീവ്രവാദിയാണ്. അയാൾ പൂജിക്കപ്പെടേണ്ടവനല്ല, പൂജ്യനല്ല. വാവരക്ക് ശബരിമലയുമായും അയ്യപ്പനുമായും കുലബന്ധം പോലുമില്ല. ആ വാവര് മുസ്ലിം ആക്രമണകാരിയാണ്. അയ്യപ്പനെ ആക്രമിച്ച് യുദ്ധത്തിൽ തോൽപ്പിക്കുവാൻ കടന്നു വന്ന തീവ്രവാദിയാണ്. അയാൾ പൂജിക്കപ്പെടേണ്ടവനല്ല, പൂജ്യനല്ല. ഇതാണ് ശ്രീ പി രാമഭദ്രൻ സൂചിപ്പിച്ചതിലെ ആ ഭാഗം.